ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വെണ്ടയ്ക്ക് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുത്താലും മതി. പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില, ഇത്രയൊക്കെ മതിയാകും. പിന്നെ കുറച്ച് 2 പൊടികളും കൂടെ മാത്രം മതിയാകും. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു പിടുത്തം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചതച്ചെടുക്കണം. ഇടികല്ലിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വാട്ടിയെടുക്കാം വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോരി ഒരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം. ഞാൻ ചട്ടിയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി ചതച്ചത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് മഞ്ഞൾ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ചുകൊണ്ട് വന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചേർന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക വാട്ടി വെച്ചേക്കുന്നത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് നേരം ഒന്ന് കറി അടച്ച് വെച്ചാണ്. നന്നായി തിളച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിക്ക് ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുക. അതിന് വേണ്ടി ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉലുവ മാത്രം ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒരു പേരിന് മാത്രം മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.